ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ നോക്കണം. കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി തിക്കാക്കി എടുക്കരുത്. കുറച്ച് ലൂസിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ നോക്കണം. എന്നാലേ ഈ ദോശ ചുട്ടെടുക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്രയും ലൂസിൽ വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു തവ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് 2-3 ദോശയായിട്ട് ചുട്ടെടുക്കാം. എത്ര നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ദോശ ചുട്ടെടുക്കാൻ നോക്കണം. നിങ്ങൾക്ക് ആൾക്കനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 3 ദോശയാണ് ചുട്ടെടുക്കുന്നത്. ഇതുപോലെ തന്നെ മൊത്തത്തിൽ ചുറ്റിച്ച് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറച്ചും ഇട്ടിട്ട് എടുക്കണം. കുറച്ച് വെന്ത് വന്നാലേ നമ്മൾ ഇതെടുത്ത് മാറ്റാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുറിഞ്ഞു പോകും. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകും. ഇതേപോലെ തന്നെ തിരിച്ചും മറച്ചും ഇട്ടിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ദോശകളും ചുട്ടെടുക്കണം. ഇതുപോലെയുള്ള പാത്രം എടുത്തത് പരന്ന ദോശ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 3 ഉരുളക്കിഴങ്ങും 3 പീസ് എല്ലില്ലാത്ത ചിക്കനും കൂടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അതൊന്ന് 2 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഓവറായി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത്രയും മതി. ഈ വേവിച്ച വെള്ളം നമുക്ക് വേറെ എന്തിനും ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ നിന്ന് 3 ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഉടച്ച് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആ ചിക്കനില്ല 3 ചിക്കൻ അതും ചെറിയ പീസാക്കി കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് ക്രഷാക്കി എടുക്കരുത്. ഒരു ഉള്ളിയും ചെറിയ പീസാക്കി കട്ടാക്കി കൊടുക്കണം. ഒരു 3 പച്ചമുളകും അതേപോലെ തന്നെ. ഒരു ക്യാരറ്റും ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ചുവന്ന മുളക് ക്രഷാക്കി എടുത്തത്. 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മുളക് പൊടി. കുറച്ച് കുരുമുളക് ക്രഷാക്കിയത് അല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും മതി. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ആവശ്യത്തിന് ഉപ്പ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ നോമ്പിൽ എന്തായാലും വാങ്ങി വെക്കണം. കാരണം എന്തെല്ലോ സ്നാക്സ് ഉണ്ടാക്കാൻ അതിൻ്റെ ആവശ്യമുണ്ട്. മൊത്തത്തിലങ്ങ് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഓരോ ദോശയായി എടുത്തിട്ട് 3 ഭാഗമാക്കിയിട്ട് ഈ മസാല എടുക്കുന്നുണ്ട്. 3 ദോശയല്ലേ ഞാൻ ചുട്ടെടുത്തത്. നിങ്ങൾ എത്ര ദോശ ചുട്ടെടുക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് മസാല ഉണ്ടാക്കാൻ നോക്കണം. എന്നിട്ട് നന്നായി ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം. സൈഡിലേക്ക് ആക്കരുത്. സൈഡിൽ നമുക്ക് കുറച്ച് മൈദ ആക്കി കൊടുക്കണം, ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പരത്തണ്ട കുഴക്കണ്ട ഒന്നും ചെയ്യേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി സ്നാക്സാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതേ മൈദയിൽ നിന്ന് കുറച്ച് മൈദ ഞാൻ മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് അത് നല്ല തിക്കാക്കി എടുത്തിരുന്നു ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ ആദ്യം മൈദ മിക്സാക്കി വെച്ചിട്ടില്ലേ, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് മാറ്റി വെച്ചിരുന്നു 1 ടീസ്പൂണോളം. അല്ലെങ്കിൽ ഇന്ന് വേറെ 1 ടീസ്പൂൺ മൈദ എടുത്തിട്ട് 1/2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ നന്നായി ചുറ്റിച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കട്ടാക്കി കൊടുക്കാം. ആദ്യത്തെ ഭാഗം കട്ടാക്കിയിട്ട് മാറ്റി കൊടുക്കാം. അതിൽ മസാലയൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് എത്ര പീസ് വേണ്ടെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ടാക്കി കൊടുക്കാം. നോമ്പിന് കൂടുതൽ പണിയൊന്നുമില്ല. ഉള്ളിലുള്ള മസാലയും നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ കോൺഫ്ലവർ ഇട്ടാലേ ഇത് അതിലേക്ക് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എണ്ണയിൽ നിന്ന് നമുക്ക് മാറി വരും. ഉള്ളിലുള്ള മസാല വേറെ വരും. അതുകൊണ്ട് നമ്മൾ നോമ്പ് തീരുന്നത് വരെ കോൺഫ്ലവർ വാങ്ങി വെക്കണം. എല്ലാത്തിനും നല്ല ആവശ്യമാണ്. കഴിഞ്ഞ നോമ്പിന് കോൺഫ്ലവറിൽ മുക്കിയെടുക്കുന്ന ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഇതേപോലെ തന്നെ എല്ലാം കൂടി കട്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. ഇനി എണ്ണ നന്നായി തിളച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വറുത്ത് പോരാം. കാരണം ഇത് കട്ടാക്കി എടുത്തതല്ലേ, ഉള്ളിലുള്ള മസാലയും പുറത്തുള്ള ഇതെല്ലാം പെട്ടെന്ന് വെന്ത് വരും. കൂടുതൽ വേവാനൊന്നുമില്ല, എല്ലാം വേവിച്ചതല്ലേ. ഈ നമ്മളെ മൈദയിലും വെന്ത് കിട്ടിയത് തന്നെയല്ല, ഉള്ളിലുള്ള മസാല പിന്നെ ഇതിൽ നിന്ന് വെന്ത് കിട്ടുമല്ല കട്ടാക്കി കൊടുത്തതുകൊണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറച്ചു വിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിഞ്ഞ നോമ്പിന് ഞാൻ മൈദ പരത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കിയത്. അന്നേരം കുറേ പണിയുണ്ടായിരുന്നു. ഇതിന് കൂടുതൽ പണിയില്ല. ഇത് ഞാനൊരു അറബി ചാനലിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന സ്നാക്സ് തന്നെ ഉണ്ടാക്കിയാൽ അതിലൊരു പുതുമയില്ലല്ലോ. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി സ്നാക്സ് ആണ്. ഈ നോമ്പിന് കൂടുതൽ പണിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ.
താങ്ക് യു. അസ്സലാമു അലൈക്കും.